الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على نبينا محمد وعلى آله كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي النبي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعاذني الله وإياكم من النار ألا لا إيمان لمن لا أمانة له ولا دين لمن لا عهد له عباد الله أوصيكم وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وكونوا مع الصادقين ബഹുമാന്യരായ സത്യവിശ്വാസികളായ സഹോദരന്മാരെ സഹോദരിമാരെ, പ്രപഞ്ചനാഥനായ അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം പാലിക്കുന്നതിലൂടെ മാത്രമാണ് മനുഷ്യർക്ക് അവരുടെ ഇഹപര ജീവിതങ്ങളിൽ യഥാർത്ഥ വിജയവും സന്തോഷവും സൗഭാഗ്യങ്ങളും നേടിയെടുക്കാൻ കഴിയുക എന്ന് മനസ്സിലാക്കി അല്ലാഹുവിനെ അനുസരിച്ചും അവന് വിധേയപ്പെട്ടും അവന് ജീവിതം സമർപ്പിച്ചും തഖ്വയോടെ ജീവിക്കണമെന്ന് ആദ്യമായി വസിയ്യത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. കാരുണ്യവാനായ നാഥൻ ജീവിതത്തിൽ തഖ്വ പുലർത്താനും അതുവഴി വാഗ്ദാനം ചെയ്യപ്പെട്ട എല്ലാ അനുഗ്രഹങ്ങളും ദുനിയാവിൽ അനുഭവിക്കാനും ആസ്വദിക്കാനും പരലോകത്ത് സ്വർഗം പ്രതിഫലമായി ഏറ്റുവാങ്ങാനും നമ്മെയും നമ്മുടെ മാതാപിതാക്കളെയും ഭാര്യാസന്താനങ്ങളെയും ഗുരുനാഥന്മാരെയും നമുക്ക് പ്രിയപ്പെട്ട എല്ലാവരെയും പ്രത്യേകമായി തുണക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ജീവിതത്തിന്റെ വിവിധങ്ങളായ ആവശ്യങ്ങളെ മുൻനിർത്തി കാരുണ്യവാനായ നാഥനോട് നമ്മൾ നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രാർത്ഥനകളൊക്കെയും അല്ലാഹു ഖബൂൽ ചെയ്ത് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ശഅബാൻ മാസത്തിലെ എണ്ണപ്പെട്ട ദിനങ്ങളാണ് ബാക്കിയുള്ളത്. ഈ ദിനങ്ങളിൽ അല്ലാഹു നമ്മുടെ മേൽ പ്രത്യേകമായി ബർക്കത്ത് ചൊരിയുകയും വിശുദ്ധ റമദാനിലേക്ക് ആയുസ്സോടെ ആരോഗ്യത്തോടെ ആഫിയത്തോടെ എത്തിച്ചേരാനുള്ള മഹാസൗഭാഗ്യം പ്രദാനം ചെയ്ത് നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്തിട്ടുള്ള സഹാബികളിൽ നിന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഉദ്ധരിക്കുന്ന
ഒരു ഹദീസിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു: തഈസ അബ്ദുദ് ദീനാർ, ദീനാറിന്റെ അടിമ ഭാഗ്യം കെട്ടുപോകട്ടെ, അവൻ നശിച്ചു പോകട്ടെ. തഈസ അബ്ദുദ് ദിർഹം, ദിർഹമിന്റെ അടിമയും നശിച്ചു പോകട്ടെ. തഈസ അബ്ദുൽ ഖമീസതി, തഈസ അബ്ദുൽ ഖമീല, ഖമീസയുടെയും ഖമീലയുടെയും അടിമകളും നശിച്ചു പോകട്ടെ. ഖമീസയും ഖമീലയും മേത്തരം വസ്ത്രങ്ങൾക്ക് പറയപ്പെടുന്ന പേരുകളാണ്. തഈസ വൻതകസ്, അവൻ ഭാഗ്യം കെട്ടുപോവുകയും കീഴ്മേൽ തലകുത്തി മറിയുകയും ചെയ്യട്ടെ. വൈദാ ശീക ഫലൻ തഖശ്, ഒരു മുള്ളു തറച്ചാൽ ആ മുള്ളിനെ പുറത്തെടുക്കാൻ പോലും കഴിയാത്ത വിധം അവൻ ഭാഗ്യം കെട്ടുപോകും, അല്ലെങ്കിൽ ഭാഗ്യം കെട്ടുപോകട്ടെ എന്നാശയമുള്ള വർത്തമാനമാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. ദീനാറും ദിർഹമും പ്രതിനിധീകരിക്കുന്നത് പണത്തിനെയാണ്. വസ്ത്രങ്ങൾ, മേത്തരം വസ്ത്രങ്ങൾ പ്രതിനിധീകരിക്കുന്നത് ഒരു മനുഷ്യന്റെ ആർഭാടഭ്രമത്തെയാണ്. സമ്പത്ത് ജീവിതത്തിന്റെ നട്ടല്ല, ജീവിതത്തിൽ നിലനിർത്തുന്ന, ജീവിക്കാൻ വളരെ അത്യാവശ്യമായ, വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതം നിലനിൽക്കുന്ന നട്ടല് എന്ന് വിശേഷിപ്പിച്ചിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു വിഭവമാണ്. വസ്ത്രങ്ങൾ അല്ലാഹുവിന്റെ വലിയ അനുഗ്രഹങ്ങളാണ്. അല്ലാഹു വിശുദ്ധ ഖുർആനിൽ ബനു ആദം സന്തതികൾക്ക് ചെയ്തു കൊടുത്തിട്ടുള്ള സവിശേഷമായ അനുഗ്രഹങ്ങൾ എണ്ണിപ്പറയുന്ന കൂട്ടത്തിൽ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളതാണ് നിങ്ങൾക്ക് നാം വസ്ത്രം ഇറക്കി തന്നു എന്നത്. അത് നഗ്നത മറക്കാനും അലങ്കാരം എന്നുള്ള നിലക്ക്, കാലാവസ്ഥാ വ്യതിയാനങ്ങളിൽ ശരീരത്തിന്റെ സംരക്ഷണമേകുന്ന ഒന്ന് എന്നുള്ള നിലക്ക് ഒക്കെ അള്ളാഹു ചെയ്തു തന്നിട്ടുള്ള വലിയ അനുഗ്രഹമാണ്. പക്ഷേ ആ അനുഗ്രഹങ്ങളെല്ലാം ജീവിതത്തെ സൗകര്യപ്പെടുത്തുകയും ജീവിതത്തിന്റെ ദൗത്യം അറിഞ്ഞ് ഭൂമിയിൽ മുന്നോട്ടു പോകുമ്പോൾ, ജീവിക്കുമ്പോൾ ഉപയോഗിക്കാവുന്നതും പ്രയോജനപ്പെടുത്താവുന്നതും ആകുന്നതിന് പകരം അതൊക്കെ ജീവിതത്തിന്റെ ലക്ഷ്യങ്ങളായി മാറുക എന്നത് അപകടകരമാണ്. സമ്പത്തും ആർഭാടങ്ങളും ലക്ഷ്യങ്ങളായി മാറുക എന്ന് മാത്രമല്ല, ഒരു പടി കൂടി കടന്ന് മനുഷ്യനെ തന്നെ നിയന്ത്രിക്കുന്ന, അടിമയാക്കുന്ന കാര്യങ്ങളായി അത് മാറും. മനുഷ്യൻ സമ്പത്തിന്റെ ഉടമയാവുകയും ആ സമ്പത്തിനെ അവൻ നിയന്ത്രിക്കുകയും ആ സമ്പത്തിനെ ജീവിതത്തിൽ ഒരു ഉപാധിയായി, ഒരു മാധ്യമമായി ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്നതിന് പകരം സമ്പത്ത് മനുഷ്യന്റെ ഉടമയാവുകയും സമ്പത്ത് മനുഷ്യനെ നിയന്ത്രിക്കുകയും ഒടുവിൽ മനുഷ്യൻ അറിയാതെ ആ സമ്പത്തിന്റെ, ആ പണത്തിന്റെ അടിമയായി മാറുകയും ആർഭാടങ്ങളുടെയും ട്രെൻഡുകളുടെയും ഫാഷനുകളുടെയും അടിമകളായി മനുഷ്യൻ മാറുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യമുണ്ടാകും. ആ മനുഷ്യൻ ദുനിയാവിൽ തന്നെയും തലകുത്തി വീഴും, പരാജയപ്പെട്ടു പോകും.
അങ്ങനെ അടിമയായി, പണത്തിന്റെ അടിമയായി, സ്വന്തം ജീവിതത്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ട് മനുഷ്യൻ ജീവിതത്തിൽ തലകുത്തി വീഴുന്ന, ജീവിതം കീഴ്മേൽ മറിയുന്ന സാഹചര്യമുണ്ടാകും. ഒടുവിൽ സ്വന്തത്തെ ഏൽക്കുന്ന ചെറിയ അപകടങ്ങളെപ്പോലും, ചെറിയ ഷെറുകളെപ്പോലും തടയാൻ കഴിയാതെ ഒരു മുള്ളുകുത്തിയാൽ ആ മുള്ളിനെ തോണ്ടിക്കളയാൻ പോലും ശേഷിയില്ലാത്ത വിധം ബലഹീനനായി, ദുർബലനായി മനുഷ്യൻ മാറുന്ന അടിമത്തം അവൻ അനുഭവിക്കും എന്നാണ് ഈ ഹദീസ് നൽകുന്ന സൂചന. സമ്പത്ത് ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട അല്ലാഹുവിന്റെ അനുഗ്രഹമാണ്. അതിന് കണക്ക് പറയേണ്ടി വരും അല്ലാഹുവിന്. കാരണം സമ്പത്തിന്റെ യഥാർത്ഥ ഉടമ അല്ലാഹുവാകുന്നു. മനുഷ്യർ ഭൂമിയിൽ താൽക്കാലികമായി ആ സമ്പത്തിന് മേൽ കൈകാര്യാവകാശം നൽകപ്പെട്ടവർ മാത്രമാണ്. അതിൽ അല്ലാഹു ഏൽപ്പിച്ച അമാനത്ത് കാത്തു സൂക്ഷിച്ചില്ലെങ്കിൽ അതിന് കണക്ക് പറയേണ്ടി വരും. അതുകൊണ്ട് എങ്ങനെ സമ്പാദിച്ചുവെന്നും എങ്ങനെ ചെലവഴിച്ചുവെന്നും എങ്ങനെയൊക്കെയാണ് സമ്പത്ത് വിനിയോഗിച്ചത് എന്നും അല്ലാഹുവിനോട് കണക്ക് പറയാതെ ഒരു കാലടി മുന്നോട്ട് വെക്കാൻ അല്ലാഹു സമ്മതിക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സമ്പത്ത് ഒരു വസീല എന്നുള്ള നിലക്ക്, ഒരു ഉപാധി എന്നുള്ള നിലക്ക് ദീനുൽ ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ആ സമ്പത്ത് ഒരു മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ഏറ്റവും പ്രധാനമായ ആരാധനകളുടെ ഒരു ഉപാധി കൂടിയായിട്ടാണ് ദീൻ നിശ്ചയിച്ചിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച ഉമ്മഹാത്തുൽ ഇബാദാത്ത്, ആരാധനകളിലെ മാതാക്കൾ എന്നറിയപ്പെടുന്ന ആരാധനാകർമ്മങ്ങളിൽ ബദനിയായ ആരാധനകളും മാലിയായ ആരാധനകളും, ബദനിയും മാലിയുമായ ആരാധനകളും ഉണ്ട്. അഥവാ കേവലം ശരീരം കൊണ്ട് മാത്രം ചെയ്യേണ്ടുന്ന ആരാധനകൾ, അതിന് സമ്പത്ത് ആവശ്യമില്ല. ശരീരം കൊണ്ട്, ശരീരത്തിന്റെ കഴിവ് ഉപയോഗിച്ച് ചെയ്യേണ്ടുന്ന ആരാധനകൾ, നമസ്കാരവും നോമ്പുമൊക്കെ അത്തരം ആരാധനകളാണ്. അതേസമയത്ത് ശരീരത്തിന് പ്രത്യേകിച്ച് റോളൊന്നുമില്ലാത്ത സമ്പത്ത് കൊണ്ട് മാത്രം നിർവഹിക്കേണ്ടുന്ന ആരാധനാകർമ്മമുണ്ട്. അതാണ് സക്കാത്ത് എന്ന് പറയുന്നത്. ഹജ്ജിലേക്ക് വരുമ്പോൾ അത് സാമ്പത്തികമായും ശാരീരികമായും കൂടി നിർവഹിക്കാനുള്ള ആരാധനാകർമ്മമാണ്. അപ്പൊ നമ്മൾ ഒരു ആരാധനകളുടെ മഹാസീസണിലേക്ക്, റമദാനിലേക്ക് പ്രവേശിക്കുമ്പോൾ സക്കാത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു ആരാധനയാണ് നമുക്ക് നിർവഹിക്കാനുള്ള. അത് റമദാനിൽ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള ആരാധനയല്ലെങ്കിലും പൊതുവിൽ ആളുകൾ സക്കാത്തിന്റെ ദാനം എന്ന് പറയുന്നത് ഏതാണ്ട് റമദാനിലേക്ക് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടാണ് നിർവഹിക്കാറുള്ളത്. അതിനെക്കുറിച്ചുള്ള അറിവുണ്ടാവുക, അതിനെക്കുറിച്ചുള്ള ബോധമുണ്ടാവുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ആ സക്കാത്തുമായി ബന്ധപ്പെട്ട് സാധാരണ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറയാറുണ്ട്. അത് നമ്മൾ ഈ സന്ദർഭങ്ങളിൽ നിരന്തരമായി കേട്ടുകൊണ്ടിരിക്കുകയും ചെയ്യും. എന്നാൽ അതുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതിയതായി വന്നിട്ടുള്ള ശ്രദ്ധേയമായ ഒരു ഫത്വ പരിചയപ്പെടുത്താനാണ് ഈ ഒരു സന്ദർഭത്തിൽ പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. അത് സമ്പത്ത് കൊണ്ട് മനുഷ്യൻ ചെയ്തു കൂട്ടുന്ന തെമ്മാടിത്തരങ്ങൾ കാരണമായി മനുഷ്യരുടെ ലോകത്താകമാനം, മനുഷ്യരുടെ ജീവിതത്തിന്റെ സമനില തെറ്റിയിരിക്കുകയാണ്. സാമ്പത്തിക മേഖലയിൽ നടക്കുന്നത് മുഴുവൻ അത്യാർത്തിയിൽ അധിഷ്ഠിതമായ, പിശുക്കിൽ അധിഷ്ഠിതമായ, നേരും നെറിയുമില്ലാതെ മൂല്യങ്ങളെ വകവെക്കാതെയുള്ള ആർത്തിപ്പണ്ടാരങ്ങൾ സകല മനുഷ്യരെയും ചൂഷണം ചെയ്ത്
സമ്പത്ത് വാരിക്കൂട്ടാനുള്ള കുതന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ടിരിക്കുന്ന കാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. സാങ്കേതിക വിദ്യ വിസ്മയിപ്പിക്കും വിധം, അത്ഭുതപ്പെടുത്തും വിധം വികസിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇന്നതിന്റെ മറ്റൊരു വായന ആ സാങ്കേതിക വിദ്യയുടെ എല്ലാ സാധ്യതകളെയും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു കൂട്ടം മനുഷ്യർ ബാക്കിയുള്ള മഹാഭൂരിഭാഗം വരുന്ന മനുഷ്യരെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്നു, പറ്റിച്ചുകൊണ്ടിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. രൂപകൽപ്പന ചെയ്യപ്പെടുന്ന സോഫ്റ്റ്വെയറുകളൊക്കെയും ആപ്പുകളൊക്കെയും മനുഷ്യരെ സാമ്പത്തികമായി ചൂഷണം ചെയ്യാൻ വേണ്ടി ഡിസൈൻ ചെയ്യപ്പെടുന്നതാണ്. സമൂഹം പഠിപ്പിച്ച് വലുതാക്കിയ ആ മേഖലയിലുള്ള വിദഗ്ധന്മാർ, സമൂഹത്തിന്റെ പണം കൊണ്ട് വളർന്നവർ, പഠിച്ചു വളർന്നവർ, സാങ്കേതിക വിദ്യ പഠിച്ചവർ, സാമ്പത്തിക ശാസ്ത്രം പഠിച്ചവർ ലക്ഷങ്ങൾ മുടക്കി അത്തരം മേഖലകളിൽ വിദ്യാഭ്യാസം നേടുകയും വൈദഗ്ധ്യം നേടുകയും ചെയ്തിട്ടുള്ള ആളുകൾ കുത്തിയിരുന്ന് മനുഷ്യന്മാരെ പഠിക്കാനുള്ള പുതിയ പുതിയ സാധ്യതകൾ ആരാഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നതാണ് ലോകത്തിന്റെ അവസ്ഥ. അങ്ങനെയുള്ളയൊക്കെ കാരണമായി മനുഷ്യ സമൂഹത്തിന്റെ സാമ്പത്തിക അടിത്തറകൾ തന്നെയും തകർക്കപ്പെട്ടിരിക്കുന്നു, കീഴ്മേൽ മറിഞ്ഞിരിക്കുന്നു എന്നതാണ്. അതിന്റെ ഏറ്റവും പ്രത്യക്ഷമായ അടയാളമാണ് നമ്മളിപ്പോൾ എല്ലാ ദിവസവും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന, കേട്ടുകൊണ്ടിരിക്കുന്ന അസാധാരണമായ സ്വഭാവത്തിലുള്ള സ്വർണത്തിന്റെ വിലവർദ്ധനവ്, വെള്ളിയുടെ വിലവർദ്ധനവ് എന്നൊക്കെ പറയും. സാധാരണഗതിയിൽ സാമ്പത്തിക വ്യവസ്ഥയുടെ തന്നെ അടിസ്ഥാനമായി വർത്തിക്കുന്ന ലോഹങ്ങൾ എന്നുള്ള നിലക്ക്, വിലയേറിയ ലോഹങ്ങൾ എന്നൊക്കെയുള്ള നിലക്ക് അതിന്റെ വിലക്കയറ്റത്തിനും വിലക്കുറവിനും മേൽ ശക്തമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ സർക്കാരുകൾക്ക് കഴിഞ്ഞിരുന്നു, അന്താരാഷ്ട്ര നിയമങ്ങൾക്ക് സാധ്യമായിരുന്നു. ഇന്നിപ്പോൾ ഗോൾഡിന്റെ ഇടപാടുകളുമായി ബന്ധപ്പെട്ട കളികളൊക്കെ നടക്കുന്നത് വെർച്വൽ ലോകത്താണ്. എല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഡിജിറ്റൽ ഗോൾഡിനെ കുറിച്ചാണ്. എല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഗോൾഡ് ആൻഡ് സിൽവർ ETF-കളെ കുറിച്ചാണ്. ഗോൾഡിലും സിൽവറിലും കേവലം നമ്മുടെ സ്മാർട്ട് ഫോണുകൾ ഉപയോഗിച്ച്, അതിലെ ആപ്പുകൾ ഉപയോഗിച്ച് ഇൻവെസ്റ്റ്മെന്റ് നടത്തുകയും ക്ഷണിക നേരം കൊണ്ട്, ദിവസങ്ങൾ കൊണ്ട് അതിൽ നിന്ന് ലാഭങ്ങൾ കൊയ്യാനുള്ള അവസരങ്ങളെ കുറിച്ചുമാണ് ആളുകൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ലോകത്തെ മൊത്തം സാമ്പത്തിക വ്യവസ്ഥയുടെ സ്വഭാവം പോലെ തന്നെ വലിയ ഊഹങ്ങളിൽ മാത്രം അധിഷ്ഠിതമാണ് ആ ഇടപാടുകളൊക്കെയും എന്ന് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിയൊന്നും യഥാർത്ഥത്തിൽ ആവശ്യമില്ല. പക്ഷേ മനുഷ്യർ കേവലമായ ആർത്തിയുടെയും സാമ്പത്തിക നേട്ടങ്ങളെക്കുറിച്ചുള്ള സ്വപ്നങ്ങളുടെയും പേരിൽ ഈയാമ്പാറ്റകളെ പോലെ, തീയിലേക്ക് വീഴുന്ന ഈയാമ്പാറ്റകളെ പോലെ അത്തരത്തിലുള്ള ചതിക്കുഴികളിലെല്ലാം പോയി പെട്ടുപോകുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. സംഗതി ഏതൊക്കെയാണെങ്കിലും സ്വർണത്തിന് അനധികൃതമായി, അസാധാരണമായി വില കൂടുന്നു എന്ന ഒരു യാഥാർത്ഥ്യത്തിന് മുമ്പിലാണ് നമ്മളുള്ളത്. ഇത് സക്കാത്ത് സിസ്റ്റത്തെ ബാധിക്കുന്നു എന്നതാണ് ലോകത്തെ ഇസ്ലാമിക പണ്ഡിതന്മാരുടെ മുമ്പിൽ വന്നിട്ടുള്ള പുതിയ ഒരു മസ്അല എന്ന് പറയും. അതിനെ അവർ അഡ്രസ് ചെയ്തിരിക്കുന്നു. ആ വിഷയത്തിൽ അവർ ഇജ്തിഹാദ് നടത്തി തീരുമാനം പറഞ്ഞിരിക്കുന്നു. അങ്ങനെ ഫത്വ പുറത്തു വന്നിരിക്കുന്നു. ആ ഫത്വ, അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ്, ആ ഫത്വ വളരെ അഭിമാനകരമായ ഫത്വയാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ലോകത്ത് മനുഷ്യന്മാരുണ്ടാക്കുന്ന ഫസാദുകൾ കൊണ്ട്, മനുഷ്യന്മാർ ചെയ്യുന്ന തെമ്മാടിത്തരങ്ങൾ കൊണ്ടാണെങ്കിലും ലോകത്ത് മനുഷ്യ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങളോട് ക്രിയാത്മകമായി പ്രതികരിക്കാനുള്ള ശേഷി
6-ാം നൂറ്റാണ്ടിൽ അവതരിച്ചതെന്ന് ആരോപിക്കപ്പെടുന്ന, യഥാർത്ഥത്തിൽ 7-ാം നൂറ്റാണ്ടിൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പകർന്നു നൽകിയ 14 നൂറ്റാണ്ട് പഴക്കമുള്ള ഇസ്ലാമിക ശരീഅത്തിന് ഏറ്റവും ആധുനികമായ പ്രശ്നങ്ങളെയും യഥാവിധം അഭിമുഖീകരിക്കാനുള്ള ശേഷിയുണ്ട് എന്ന് പണ്ഡിതന്മാർ തെളിയിച്ച ഒരു ഫത്വ കൂടിയാണത് എന്നാണ് നമുക്ക് കാണാൻ പറ്റുക. അപ്പൊ ചുരുക്കി പറയുകയാണ്, സ്വർണത്തിന് സക്കാത്ത് നിർബന്ധമാകാനുള്ള പരിധി അഥവാ നിസാബ് എന്താണ് എന്നത്, വെള്ളിക്ക് ആ നിസാബ് എത്രയാണ് എന്ന്, കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് സക്കാത്ത് നിർബന്ധമാകുന്ന പരിധി എത്രയാണ് എന്ന്, കാലി സമ്പത്തിന് സക്കാത്ത് നിർബന്ധമാകാനുള്ള പരിധി എത്രയാണ് എന്നതൊക്കെ ഹദീസുകളിൽ ഗണ്യതമായി വ്യക്തമാക്കപ്പെട്ടിട്ടുള്ളതാണ്. അതൊരു കാലത്തും മാറ്റമില്ലാത്തതാണ്, എല്ലാ കാലത്തും ഒരുപോലെയാണ്. സ്വർണത്തിന്റെ പരിധി 85 ഗ്രാം സ്വർണമാണ്. വെള്ളിയുടേത് 595 ഗ്രാം ആണ് അതിന്റെ കണക്ക്. അതേപോലെ തന്നെ കാർഷിക വിളകളിൽ ഹദീസുകളിൽ വന്നതനുസരിച്ച് 5 വസ്ത് അഥവാ 653 കിലോഗ്രാം. കാലികളിൽ ഒട്ടകത്തിൽ 5-ഉം പശുക്കളിൽ 30-ഉം ആടുകളിൽ 40-ഉമാണ് അതിന്റെ കണക്ക്. ഇതെല്ലാ കാലത്തേക്കും അങ്ങനെ തന്നെയാണ്. കാരണം നെസ്സുകളിൽ വന്നതിന് മാറ്റമില്ലാത്തതാണ്. അതേസമയത്ത് നെസ്സുകളിൽ കണക്ക് പറഞ്ഞിട്ടില്ലാത്തത്, ഏറ്റവും പ്രധാനമായി സ്വർണം, വെള്ളി എന്നിവയോട് താരതമ്യം ചെയ്തുകൊണ്ട് പരിധി നിശ്ചയിക്കേണ്ടുന്ന മുതലുകൾ, സമ്പത്തുകൾ, കച്ചവടച്ചരക്കുകൾ പോലെയുള്ളത് നമ്മുടെ കാലത്തേക്ക് വരുമ്പോൾ പേപ്പർ കറൻസി, ഡിജിറ്റൽ മണി, ഇതൊക്കെ അടക്കമുള്ളത്, ഷെയറുകൾ, കടപ്പത്രങ്ങൾ, ഇങ്ങനെയുള്ളതിനൊക്കെ ബാധകമായ പണം എന്നുള്ള നിലക്ക് പരിഗണിക്കപ്പെടുന്ന സമ്പത്തിന്റെ സക്കാത്ത് ബാധകമാകുന്ന പരിധി എന്താണ് എന്നത് പണ്ഡിതന്മാർക്കിടയിൽ എല്ലാ കാലത്തും ചർച്ചയുള്ള കാര്യമാണ്. അതിനവർ അടിസ്ഥാനമാക്കിയത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് നാണയങ്ങളായി ഉണ്ടായിരുന്നത്, പണമായി ഉണ്ടായിരുന്നത് ദീനാറും ദിർഹമുമാണ്. ദീനാർ എന്ന് പറഞ്ഞാൽ സ്വർണ്ണ നാണയമാണ്, ദിർഹം എന്ന് പറഞ്ഞാൽ വെള്ളി നാണയവുമാണ്. അതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. അതുകൊണ്ട് പണ്ഡിതന്മാർക്കിടയിൽ പഴയ കാലം മുതൽ ആ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. സ്വർണത്തെയാണോ അവലംബിക്കേണ്ടത്, വെള്ളിയെയാണോ അവലംബിക്കേണ്ടത്? അങ്ങനെ അഭിപ്രായ വ്യത്യാസം തുടങ്ങാനുള്ള കാരണം, നബിയുടെ കാലത്ത് സ്വർണവും വെള്ളിയും തമ്മിലുള്ള താരതമ്യത്തിൽ ഒരു ദീനാറിന് 10 ദിർഹം എന്ന കണക്കിലാണ് അതുണ്ടായിരുന്നത്. സ്വാഭാവികമായും ഇത് രണ്ടിന്റെയും വിലയിൽ ഏറ്റക്കുറച്ചിലുകൾ സംഭവിക്കും. വെള്ളിയുടെ വില കുറഞ്ഞു വരിക, അല്ലെങ്കിൽ സ്വർണത്തിന്റെ മൂല്യത്തോട് കൂടി വരിക എന്നതൊക്കെ സംഭവിക്കാം. അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് ഖുലഫാഉർ റാഷിദുകളുടെ കാലത്ത് തന്നെ. നബിയുടെ കാലത്ത് ഒരു ദീനാറിന് 10 ദിർഹമായിരുന്നത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിന്റെ കാലത്ത് വെള്ളിയുടെ മൂല്യം കുറഞ്ഞ് ഒരു ദീനാറിന് 12 ദിർഹം കൊടുക്കേണ്ടുന്ന മൂല്യം വരുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഉസ്മാൻ റളിയല്ലാഹുവിന്റെ കാലമാകുമ്പോഴേക്ക് അത് ഒരു ദീനാറിന് 8 ദിർഹമിലേക്ക് വെള്ളിയുടെ വില ശക്തിപ്പെടുന്ന ഒരു സാഹചര്യവും ചരിത്രത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഈ ഏറ്റക്കുറച്ചിലുകൾ സംഭവിക്കുന്നതാണ് ഇതിൽ ഏതാണ്, സ്വർണത്തെയാണോ വെള്ളിയെയാണോ അവലംബിക്കേണ്ടത് എന്ന സംശയത്തിന് കാരണമാക്കുന്നത്. റസൂലിന്റെ കാലത്തേതുപോലെ തന്നെ 1-ന് 10 എന്നുള്ള നിലക്ക് തുടർന്നു പോരുകയാണെങ്കിൽ, എല്ലാ കാലത്തും അത് അങ്ങനെയാണെങ്കിൽ അതിൽ അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് പഴുതുണ്ടാകുമായിരുന്നില്ല. പക്ഷെ അങ്ങനെയല്ല യാഥാർത്ഥ്യം. എന്ന് മാത്രമല്ല, കാലങ്ങൾ പിന്നിട്ടപ്പോൾ സ്വർണത്തിന് അഭൂതപൂർവമായ ഡിമാൻഡ് ഉണ്ടാവുകയും എന്നാൽ വെള്ളിക്ക് ആ പരിഗണന നഷ്ടപ്പെടുകയും ചെയ്തതിന്റെ കാരണമായി ഒട്ടും പ്രതീക്ഷിക്കാത്ത അളവിൽ വെള്ളിയുടെ വില കുത്തനെ ഇടിഞ്ഞു പോവുകയും, എന്ന് പറഞ്ഞാൽ ഒരു നിലയും വിലമില്ലാത്ത വിധം വെള്ളി മാറുകയും എന്നാൽ സ്വർണത്തിന്റെ വില കുതിച്ചുയരുകയും ചെയ്യുന്ന സാഹചര്യങ്ങൾ ഉണ്ടായി. അങ്ങനെ കഴിഞ്ഞ വർഷമൊക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ
1 ഗ്രാം വെള്ളിയുടെ വില വെറും 70 രൂപയൊക്കെയാണ്. അതേസമയത്ത് സ്വർണത്തിന് അത്യാവശ്യം നല്ല വിലയുണ്ട്. അപ്പൊ സ്വർണത്തെ സക്കാത്തിന്റെ മാനദണ്ഡമാക്കിയാൽ 85 ഗ്രാം സ്വർണത്തിന്റെ തുല്യമായ പണം എന്ന് പറഞ്ഞാൽ അത് ഏതാണ്ട് ഒരു 7-8 ലക്ഷം രൂപയുടെ അടുത്തൊക്കെ വരും. അതേസമയത്ത് 595 ഗ്രാം വെള്ളിയുടെ വില എന്ന് പറഞ്ഞാൽ 42,000 രൂപയുടെ താഴെ വരികയുള്ളൂ. അപ്പോ വെള്ളിയാണ് അവലംബിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ എന്ത് വരും? ജീവിതത്തിലെ അത്യാവശ്യ അടിസ്ഥാന ചെലവുകൾ കഴിച്ച് ഒരാളുടെ കയ്യിൽ 42,000 രൂപയുണ്ടെങ്കിൽ 1 വർഷം തികയുമ്പോൾ അയാളുടെ കയ്യിൽ അത്രയോ അതിനു മുകളിലോ പണമുണ്ടെങ്കിൽ അയാൾ സക്കാത്ത് കൊടുക്കാൻ ബാധ്യതയുള്ള മുസ്ലിമാണ് എന്ന് പറയേണ്ടി വരും. പക്ഷെ നമ്മുടെ ഒരു നാട്ടുനടപ്പനുസരിച്ച് ഒരു 42,000 രൂപയൊക്കെ കയ്യിലുള്ള ഒരാളെ മുതലാളി എന്ന് വിളിക്കാൻ, ധനികൻ എന്ന് വിളിക്കാൻ നമുക്ക് പറ്റുമായിരുന്നില്ല. അതേസമയത്ത് സ്വർണത്തിന്റെ മാനദണ്ഡം സ്വീകരിച്ചാൽ 85 ഗ്രാം സ്വർണത്തിന്റെ വില എടുത്താൽ 7 ലക്ഷം രൂപ കൈവശമുള്ളയാളാണ് ധനികൻ. 6 ലക്ഷം രൂപയുള്ളവനും നിസാബ് തികയാത്ത, സക്കാത്ത് കൊടുക്കാൻ ബാധ്യതയില്ലാത്തയാളാണ്. അപ്പൊ അതുകൊണ്ട് പണ്ഡിതന്മാർ 7 ലക്ഷം രൂപയൊക്കെ കയ്യിലുള്ളവൻ ധൈര്യമായി അവൻ വലിയാണ് എന്നും ധനികനാണ് എന്നും അവൻ സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാണെന്നും പറയാം. അതുകൊണ്ട് സ്വർണത്തെ അവലംബിക്കുന്നതാണ്. സ്വർണമാണ് നാണയങ്ങളുടെയും കറൻസികളുടെയും മൂല്യത്തിന്റെ അടിസ്ഥാനമായി കുറച്ചെങ്കിലും പരിഗണിക്കപ്പെടുന്നത് എന്നുള്ള നിലക്ക് അതിനെ അവലംബിക്കാം എന്ന അഭിപ്രായത്തിലാണ് പണ്ഡിതന്മാരിൽ നല്ലൊരു വിഭാഗം ഉണ്ടായിരുന്നത്. അതേസമയത്തും വെള്ളിയുടെ വില എത്ര കുറഞ്ഞാലും 41,000 ആണെങ്കിൽ 41,000 കയ്യിലുള്ളവരും 2% സക്കാത്ത് കൊടുക്കണമെന്ന അഭിപ്രായമുള്ള പണ്ഡിതന്മാരും ഉണ്ടായിരുന്നു. ഈ അവസ്ഥയിൽ നിന്ന് മാറി 1 വർഷം പിന്നിട്ട് ഇന്നത്തെ ഒരു റമദാനിലേക്ക് സമയത്തേക്ക് നമ്മൾ വരുമ്പോൾ കാര്യങ്ങൾ ആകെ മറിഞ്ഞിരിക്കുന്നു. സ്വർണത്തിന്റെ വില ലക്കും ലഗാനുമില്ലാതെ, ബെല്ലും ബ്രേക്കും ഇല്ലാതെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് കൂടുകയും ചെയ്യുന്നുണ്ട്, കുറയുകയും ചെയ്യുന്നുണ്ട്. അസാധാരണമായ കീഴ്മേൽ മറിച്ചിലുകൾ അതിൽ സംഭവിച്ചു. 85 ഗ്രാം സ്വർണത്തിന് 12 ലക്ഷം രൂപയെങ്കിലും വിലയുണ്ട് എന്ന അവസ്ഥയിലേക്ക് വന്നിരിക്കുന്നു. ഇപ്പൊ കഴിഞ്ഞ വർഷം സക്കാത്ത് കൊടുത്തിരുന്ന ആളുകൾ സ്വർണത്തിന്റെ കണക്കനുസരിച്ച് അതിൽ നല്ലൊരു ശതമാനം ആളുകളും ഈ വർഷം സക്കാത്ത് കൊടുക്കേണ്ടി വരില്ല എന്ന സാഹചര്യം സൃഷ്ടിക്കപ്പെടും. ഇതിന്റെ കാരണം മനുഷ്യരുടെ സാമ്പത്തിക രംഗത്തുള്ള തെമ്മാടിത്തരമാണ്, ഊഹക്കച്ചവടങ്ങളാണ്. ഇതിന്റെ കാരണം കൃത്രിമമായി ഉണ്ടാക്കിയ ഡിമാൻഡുകൾ വെച്ചിട്ടാണ് ഈ കളി നടക്കുന്നത്. അപ്പൊ അതിനെ അഡ്രസ് ചെയ്തേ പറ്റൂ. പാവങ്ങളുടെ അവകാശങ്ങൾ ഹനിക്കപ്പെടുകയാണ് ഈ കളി കൊണ്ട്. സ്വർണത്തിന്റെ വില കൂടിയതിനോടൊപ്പം ഈ സന്ദർഭത്തിൽ സംഭവിച്ചിട്ടുള്ള മറ്റൊരു കാര്യം, വെള്ളിയുടെ വിലയും കുതിച്ചുയർന്നു എന്ന് പറയാവുന്ന സ്വഭാവത്തിൽ ഉയർന്നിരിക്കുന്നു എന്നതാണ്. ഒരു 2-3 ദിവസം മുമ്പ് കഴിഞ്ഞ വർഷം 70 ഉണ്ടായിരുന്ന, ഗ്രാമിന് 70 രൂപയുണ്ടായിരുന്ന വെള്ളിയുടെ വില 4 ഇരട്ടിയെങ്കിലും വർദ്ധിച്ച് 280 രൂപയിലെത്തിയിരിക്കുന്നു. ഇന്ന് രാവിലെ നോക്കുമ്പോൾ കേരളത്തിൽ വെള്ളിയുടെ 1 ഗ്രാമിന്റെ വില 300 രൂപയിലേക്ക് എത്തിയിരിക്കുന്നു. ഇത് കേരളത്തിൽ മാത്രമല്ല, ലോകത്ത് മൊത്തത്തിൽ ഇത് സംഭവിക്കുന്നു. അപ്പോ വെള്ളി നില മെച്ചപ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ട് ഈ വിഷയത്തിൽ ഇങ്ങനെയുള്ള അസാധാരണമായ കീഴ്മേൽ മറിച്ചിലുകൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ സക്കാത്തിന്റെ പരിധി നിശ്ചയിക്കാൻ അവലംബിക്കുക എന്തിനെയാണ് എന്ന ഫത്വ തേട്ടത്തിന് ആഗോള മുസ്ലിം പണ്ഡിത സഭയുടെ അധ്യക്ഷനായ, ഇന്ന് സാമ്പത്തിക മേഖലയിൽ, ഇസ്ലാമിക വിജ്ഞാന മേഖലയിൽ അവലംബിക്കാൻ പറ്റുന്ന ഏറ്റവും വിശ്വാസയോഗ്യതയുള്ള പണ്ഡിതൻ ഷെയ്ഖ് അലി മുഹിയുദ്ദീൻ അൽ ഖറദാവി, അദ്ദേഹത്തിന്റേതായി ആഗോള മുസ്ലിം പണ്ഡിത സഭയുടെ
പ്ലാറ്റ്ഫോമുകളിലൂടെ ഒരു ഫത്വ പുറപ്പെടുവിച്ചിരിക്കുന്നു. ഈ പ്രത്യേകമായ സാഹചര്യത്തിൽ സ്വർണത്തിന്റെ വില അനിയന്ത്രിതമായി പോവുകയും വെള്ളി നില മെച്ചപ്പെടുത്തുകയും ചെയ്ത സാഹചര്യത്തിൽ റസൂലിന്റെ കാലത്ത് അവലംബിച്ച അസ്ലുകളെ മുൻനിർത്തി തന്നെ വെള്ളിയുടെ വിലയെ സക്കാത്തിന്റെ നിസാബായി പരിഗണിക്കണം. അതാണ് ശരിയായ നടപടി. പാവങ്ങളുടെ സക്കാത്തിന് അർഹതപ്പെട്ടവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ, സക്കാത്തിനെ ഒരു യഥാർത്ഥ ഇബാദത്തായി നിർവഹിക്കാനുള്ള ധനികരുടെ അവർക്കുള്ള അവസരത്തെ സംരക്ഷിക്കാനും അതങ്ങനെയാവണം എന്ന് ഫത്വ നൽകിയിരിക്കുന്നു. അഥവാ 595 ഗ്രാം വെള്ളിയുടെ വില ഇന്നത്തെ വില അനുസരിച്ച് 300 രൂപ ഗ്രാമിന് കണക്ക് കൂട്ടിയാൽ 1,78,500 രൂപ ആണ് പണത്തിന്റെ കച്ചവടത്തിന്റെ ഒക്കെ സക്കാത്ത് നിർബന്ധമാകുന്ന അളവ് പരിധി എന്ന് പറയുന്നത്. അപ്പൊ ആ നിലക്ക് കണക്ക് കൂട്ടി കഴിഞ്ഞ വർഷം കണക്ക് കൂട്ടിയതുപോലെ 12 ലക്ഷം രൂപയൊന്നും എന്റെ അക്കൗണ്ടിലും എന്റെ കൈവശമായിട്ടില്ല, അതുകൊണ്ട് ഞാൻ സക്കാത്ത് കൊടുക്കേണ്ടതില്ല എന്ന് തെറ്റിദ്ധരിക്കുന്നതിന് പകരം ഒരു 2 ലക്ഷം രൂപയുടെ താഴെ ഒരു 1,78,000 രൂപ കൈവശമുണ്ടാവുകയും ഒരു വർഷം തികഞ്ഞത് കൈവശമുള്ള എല്ലാ മുസ്ലിങ്ങളും ആ സമ്പത്തിന്റെ 2.5% സക്കാത്ത് അള്ളാഹുവിനുള്ളൊരു പ്യുവർ പൂർണ്ണമായ സ്വഭാവത്തിലുള്ള ഒരു ഇബാദത്തായി നിയ്യത്ത് വെച്ചുകൊണ്ട് സക്കാത്തായി നൽകാൻ ബാധ്യതയുണ്ട് എന്ന നിയമം നമുക്ക് ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ ബാധകമായ നിയമം എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. അപ്പൊ സക്കാത്ത് കൊടുക്കാൻ ഒരുങ്ങുക, കയ്യിലുള്ള സമ്പത്ത് കണക്ക് കൂട്ടി നോക്കുക. അത് ഈ പരിധിയിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരു വർഷമായി നമ്മുടെ കൈവശം അത്ര പണം നമ്മുടെ അലമാരയുള്ള കാശായോ അക്കൗണ്ടിലുള്ള കാശായോ അതല്ലെങ്കിൽ ആർക്കെങ്കിലും കടം കൊടുത്തതായോ അല്ലെങ്കിൽ നമ്മുടെ കച്ചവടത്തിലുള്ള മുതൽ മുടക്ക് ആ കച്ചവടത്തിലുള്ള ചരക്ക് ഇപ്പോൾ സ്റ്റോക്കുള്ള ചരക്കുകളുടെ വിലയായോ ഒക്കെ കൈവശമുണ്ടെങ്കിൽ അതിന്റെ 2.5% സക്കാത്തായി ഏൽപ്പിക്കാൻ നമുക്ക് ബാധ്യതയുണ്ട്. അത് നമ്മൾ നിർബന്ധമായും നിർവഹിക്കേണ്ടുന്ന നമസ്കാരം പോലെ നോമ്പ് പോലെ നിർവഹിക്കേണ്ടുന്ന ഒരു ഇബാദത്താണ് എന്ന് മനസ്സിലാക്കി അത് നിർവഹിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. സക്കാത്തിന് നമുക്ക് സംഘടിതമായ സംവിധാനങ്ങളുണ്ട്. മഹല്ലിൽ വളരെ വ്യവസ്ഥാപിതമായി കേരളത്തിൽ തന്നെ മാതൃകാപരമായ സക്കാത്ത് സംവിധാനമായി നമ്മുടെ മഹല്ലിൽ സക്കാത്ത് സംവിധാനം സംഘടിതമായി ശേഖരണവും വിതരണവും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. വ്യക്തിപരമായി നിർബന്ധമായും നമ്മൾ നിർവഹിക്കേണ്ടുന്ന നമ്മുടെ ഏറ്റവും അടുത്ത കുടുംബത്തിൽ നമ്മൾ തന്നെ ശ്രദ്ധിക്കേണ്ടുന്ന വല്ല കേസുകളും ഉണ്ടെങ്കിൽ അവർക്ക് ആവശ്യമുള്ള ഒരു വിഹിതം കൊടുത്തതിന് ശേഷം ബാക്കിയുള്ളത് മഹല്ലിലെ സംഘടിത സക്കാത്ത് സംവിധാനത്തിലേക്ക് ഏൽപ്പിക്കുകയും നമ്മൾ നിർവഹിക്കേണ്ടുന്ന ഒരു ആരാധനയെ ഇഖ്ലാസുള്ള നീയത്തോടുകൂടി നമുക്കതിൽ വേറെ അള്ളാഹുവിന്റെ വജ്ഹല്ലാത്ത മറ്റൊരു നേട്ടവും പ്രതീക്ഷിക്കാതെ സംഘടിത സംവിധാനത്തെ അതേൽപ്പിച്ചുകൊണ്ട് മഹല്ലിലെ സംവിധാനത്തെ അതേൽപ്പിച്ചുകൊണ്ട് നിർവഹിക്കാൻ ശ്രദ്ധിക്കണം എന്ന് ഈ സന്ദർഭത്തിൽ സവിശേഷമായി ഓർമ്മപ്പെടുത്തുകയാണ്. അത് നമ്മുടെ ജീവിതത്തിന്റെ ശുദ്ധീകരണത്തിന് വേണ്ടിയുള്ള ഒരാരാധനയാണ്. നമ്മുടെ സമ്പത്തിന്റെ ശുദ്ധീകരണത്തിന് വേണ്ടിയുള്ള ഒരാരാധനയാണ്. നമുക്ക് ജീവിതത്തിൽ ഏറ്റവും അനിവാര്യമായും ആവശ്യമുള്ള സമാധാനവും ശാന്തിയും നേടിയെടുക്കാൻ പ്രവാചകന്റെയും സത്യവിശ്വാസികളുടെയും പ്രാർത്ഥന നമുക്ക് നേടിത്തരാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടുള്ള ആരാധനാകർമ്മമായി വിശുദ്ധ ഖുർആനിൽ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് സക്കാത്ത് എന്ന അറിവ് ഈ മാർഗത്തിൽ ആരും പ്രേരിപ്പിക്കാതെയും ആരും നിർബന്ധിക്കാതെയും ആരും സമ്മർദ്ദം ചെലുത്താതെയും നമസ്കാരത്തിന് സ്വന്തം നിലക്ക് പള്ളിയിലേക്ക് വരുന്നത് പോലെ റമദാനായാൽ സ്വന്തം നിലക്ക് അറിഞ്ഞ് നോമ്പ് നോൽക്കുന്നത് പോലെ
നമ്മുടെ സമ്പത്തിന്റെ സക്കാത്തും അങ്ങനെ സ്വന്തം നിലക്ക് കണക്ക് കൂട്ടി കൊടുക്കാൻ നമുക്ക് സാധ്യമാവണം. അത് നമ്മുടെ ജീവിതത്തെ ശുദ്ധീകരിക്കും, അഭിവൃദ്ധിപ്പെടുത്തും, നമ്മുടെ സമ്പത്തിൽ അത് ബർക്കത്ത് ചൊരിയും എന്നുകൂടി അള്ളാന്റെ വാഗ്ദാനമായിട്ട് മനസ്സിലാക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ വിധത്തിൽ ആ ആരാധനാ കർമ്മത്തെ യഥാവിധി നിർവഹിക്കാൻ നമുക്ക് തുണയും തൗഫീഖും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. വഅഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.